വർക്കല നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് രാവിലെ 7 മണിയോടെ പെരുങ്കുഴി LPSലെ 163 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിൽ വരുന്ന നിലയിലാണ് ഇന്ന് പ്രവർത്തനങ്ങളാകെ തന്നെ നടക്കുന്നത്. നാട്ടിലെ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. UDF ആണെങ്കിൽ ഛിന്ന ഭിന്നമായി ആരാണ് നേതാവെന്ന് പോലും പറയാൻ പറ്റാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു. പണക്കൊഴുപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് BJP മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അവർക്ക് അനുഭവേദ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഞാൻ പൊതുവെ കരുതുന്നത്. വർക്കല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി വർക്കല കഹാർ നടയറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ രാവിലെ 7:30 മണിയോടെ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി സ്മിത സുന്ദരേശന് മാവിൻമൂട് ഗവൺമെൻറ് LPSലായിരുന്നു വോട്ട്. അരമണിക്കൂറിലധികം ക്യൂവിൽ നിന്നാണ് സ്മിത സുന്ദരേശൻ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി OS അംബിക കോരാണി അംബേദ്കർ LPSൽ വോട്ട് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും. ആറ്റിങ്ങൽ മണ്ഡലം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്നാണ് വിജയസാധ്യത ശക്തമായി ഞങ്ങൾ പറയുകയാണ്. UDF സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രന് തോന്നയ്ക്കൽ കൊടവൂർ UPSലായിരുന്നു വോട്ട്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BS അനൂപ് പഴവിള അംഗൻവാടിയിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. വളരെയധികം സന്തോഷമാണ്. പ്രചരണം തീർന്നു, നിശബ്ദ പ്രചരണം കഴിഞ്ഞു. ഇന്നിപ്പോൾ വോട്ടിങ്ങിലേക്ക് പോവുകയാണ്. വലിയ സന്തോഷത്തിലാണ്. ഇന്നിപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലമായ ചിറയൻ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ എൻ്റെ ബൂത്ത് നമ്പർ 36 പഴഞ്ചിറയിൽ വോട്ട് രേഖപ്പെടുത്തി. വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആളുകളിൽ നിന്നും അവിടെ നിൽക്കുന്നവരിൽ നിന്നൊക്കെ വലിയ പ്രതീക്ഷയാണ്. ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഈ ചിറയൻകീഴ് ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മനോജ് ഇടമനയ്ക്ക് ചിറയൻകീഴ് തിട്ടേൽമുക്ക് NSS കരയോഗത്തിലായിരുന്നു വോട്ട്. ഇവരിൽ വർക്കല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിനും ചിറയൻകീഴ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BS അനൂപിനും LDF സ്ഥാനാർത്ഥി മനോജ് ഇടമനയ്ക്കും മാത്രമായിരുന്നു സ്വന്തം മണ്ഡലങ്ങളിൽ വോട്ട്.